ഹലോ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മളിപ്പോൾ ഉള്ളത് സെക്കന്ദരാബാദിലെ ബൊലാറത്തിലുള്ള രാഷ്ട്രപതി നിലയത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മളെ ബൈക്കൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. ടിക്കറ്റ് ഫീസ് അഡൾട്ടിന് 50 റുപ്പീസും ബിലോ 10 ഇയേഴ്സിന് ടിക്കറ്റ് വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ പോകുന്നത് ആർട്ട് ഗാലറിയിലോട്ടാണ്. അപ്പോൾ നമ്മൾ ആർട്ട് ഗാലറിയിലോട്ട് പോയിട്ടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റുക ഒരു കാറാണ്. ഈ കാറ് നമ്മളെ മുൻ പ്രസിഡൻറ്റ് ശ്രീ പ്രണബ് മുഖർജി സാറ് വരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാറാണ്. ഇപ്പോൾ ആരും യൂസ് ചെയ്യുന്നില്ല, ഇപ്പോൾ ഇങ്ങനെ ഡെമോ ആയിട്ട് വെച്ചേക്കുന്നതാണ്. ഇത് ഫുൾ ബുള്ളറ്റ് പ്രൂഫാണ്. ബെൻസിൻ്റെ S600 മോഡലാണ് കേട്ടോ. അപ്പോൾ ഈ ആർട്ട് ഗാലറി ഇനോഗ്രേറ്റ് ചെയ്തത് നമ്മളെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു മാഡം ആണ്. ഇവിടെ നമ്മളെ രാഷ്ട്രപതി ഭവൻ്റെ ഫോട്ടോസും രാഷ്ട്രപതി നിവാസിൻ്റെ ഫോട്ടോസും രാഷ്ട്രപതി നിലയത്തിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ മുൻ രാഷ്ട്രപതിമാരുടെ ഫോട്ടോസ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹൈദരാബാദിൻ്റെ റിയൽ ഹീറോസിൻ്റെ ഫോട്ടോസും ഇവിടെ ഉണ്ട്. ഇവിടെ നമ്മളെ രാഷ്ട്രപതി കൊടുക്കുന്ന മെഡൽസിൻ്റെയൊക്കെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. ഇത് രാഷ്ട്രപതി ഭവൻ്റെ ഡെമോ ആണ്. പിന്നെ നമ്മളെ പ്രസിഡന്റ് ശ്രീമതി ദ്രൗപദി മുർമു മാഡത്തിൻ്റെ സ്റ്റാച്ചുവും ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളെ ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ള ഗിഫ്റ്റുകളാണ്. നമ്മളെ പണ്ടത്തെ രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പോലത്തെ ഒരു കുതിരവണ്ടീൻ്റെ ഡെമോവും കൂടെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് നമ്മളെ ഹൈദരാബാദിൻ്റെ ഹിസ്റ്ററിയാണ്. ആദ്യകാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പാത്രങ്ങളൊക്കെ ഇവിടെ ഡെമോ ആയി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് മെയിൻ ബിൽഡിങ്ങിലോട്ടാണ് കേട്ടോ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പല നിറത്തിലുള്ള പൂക്കളും ഗ്രീൻ കളർ പ്ലാന്റ്സും കൊണ്ട് അതിമനോഹരമായി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗാർഡനാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മെയിൻ ബിൽഡിങ്ങിന് ചുറ്റും റെഡ് കളർ സോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റെഡ് കളർ സോയിലും പിന്നെ നമ്മൾ ഈ ബിൽഡിങ്ങിൻ്റെ വൈറ്റ് കളറും പിന്നെ ചുറ്റുമുള്ള ഒരു പച്ചപ്പും കൂടി ആകുമ്പം വളരെ അട്രാക്ഷനാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. മെയിൻ ബിൽഡിങ്ങിനകത്ത് ക്യാമറ അലൗഡ് അല്ല. അവിടെ റെസ്റ്റ് റൂം, സ്റ്റഡി റൂം, പിന്നെ ഡൈനിങ് ഹാള്, സിനിമ ഹാള്, കോൺഫറൻസ് ഹാള്, പിന്നെ നമ്മളെ രാഷ്ട്രപതിമാർ വന്നാൽ അവർ സ്റ്റേ ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ ബെഡ്റൂംസ്, അങ്ങനെ 20 റൂംസ് അതിനകത്തുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നമ്മളെ റിപ്പബ്ലിക് ഡേൻ്റെ സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശ്രീമതി ദ്രൗപദി മുർമു മാഡം വന്നിട്ടുണ്ടായിരുന്നു. മാഡം ഇനോഗ്രേറ്റ് ചെയ്ത ഫ്ലാഗ് പോസ്റ്റാണ് കേട്ടോ ഇത്. ആദ്യം ഉണ്ടായിരുന്ന ഫ്ലാഗ് പോസ്റ്റ് ഇത്ര ഹൈറ്റ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ച 120 ഫീറ്റ് ഹൈറ്റിലുള്ള ഫുള്ള് തേക്കിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള 3 ഘട്ടമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഫ്ലാഗ് പോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കിച്ചൺ ടണലിലോട്ടാണ്. ഇത് ആദ്യം ഉണ്ടായിരുന്ന ടണലാണ് കേട്ടോ. ഇത് ഇപ്പം നിർമ്മിച്ചിട്ടുള്ള, ഇപ്പോൾ എല്ലാം മോഡിഫൈ ചെയ്തെടുത്തിട്ടുള്ള ടണലാണ്. ഇതിനകത്ത് കുറേ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ കാണാൻ പറ്റുക. ഈ ടണൽ നേരെ പോകുന്നത് മെയിൻ ബിൽഡിങ്ങിനകത്തുള്ള ഡൈനിങ് ഹാളിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇതിൻ്റെ വാളിൽ ഹൈദരാബാദിൻ്റെ കൾച്ചറും പിന്നെ കലാരൂപങ്ങളും പിന്നെ അവരുടെ ഗുരുകുല വിദ്യാഭ്യാസവും അതൊക്കെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ചിൽഡ്രൻസ് പാർക്കിലോട്ടാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം കുട്ടികളെയൊക്കെ കളിപ്പിച്ചു. നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നത് 3:30 ആകുമ്പോഴാണ് കേട്ടോ. ഈവനിങ് 3:30ക്കാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈവനിങ് ടൈം ആയിരിക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുക കേട്ടോ. ഇപ്പോൾ വെയിലൊക്കെ കുറച്ച് താഴ്ന്നിട്ടുള്ള സമയത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ദൂരം നടക്കാനുള്ളതുകൊണ്ട് വെയിലില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവുക.
നെക്സ്റ്റ് നമ്മൾ പോകുന്നത് അടുത്ത ഗാർഡനിലോട്ടാണ് കേട്ടോ. ആ ഗാർഡനിന് മുന്നായിട്ട് ഒരു ആർട്ട് ഗാലറിയും കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ഗാർഡനിലോട്ട് പോകാൻ. നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ കിടങ്ങിൽ നിന്നൊക്കെ വെള്ളം എടുക്കാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു മാർഗത്തിൻ്റെ ഡെമോ ആണ് കേട്ടോ ഇത് റെഡിയാക്കി വെച്ചേക്കുന്നത്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഏജ് ആയിട്ടുള്ള ആളുകൾക്ക് ഇലക്ട്രിക് വെഹിക്കിളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പോകുന്നത് റോക്ക് ഗാർഡനിലോട്ടാണ്. ഈ ഗാർഡൻ ഇനോഗ്രേറ്റ് ചെയ്തേക്കുന്നത് നമ്മളെ മുൻ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ് സാറാണ്. ഈ രാഷ്ട്രപതി നിലയം ടോട്ടൽ 97 ഏക്കറാണ്. ഇവിടെ കൂടുതലും ഉൾപ്പെടുത്തിയേക്കുന്നത് ലാൻഡ്സ്കേപ്ഡ് ഗാർഡനും സീസണൽ ഫ്ലവറിങ് പ്ലാന്റ്സ്, അതുപോലെ പോട്ടഡ് പ്ലാന്റ്സ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ ഗാർഡൻസ് ഉണ്ട്. പിന്നെ അതുപോലെ നാച്ചുറൽ കാസ്കാഡിങ്ങും വാട്ടർഫാൾസും ഉണ്ട് കേട്ടോ. ഇത് പ്രസിഡൻറ്റിൻ്റെ 3rd ഒഫീഷ്യൽ റെസിഡൻസിയാണ്. ഇവിടെ നമുക്ക് നമ്മളെ മരുഭൂമിയിലൊക്കെ കാണുന്ന തരത്തിലുള്ള പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ റോക്ക് ഗാർഡൻ ആണല്ലോ, അപ്പോൾ റോക്കിൽ കൊത്തിവെച്ചേക്കുന്ന രൂപങ്ങൾ അതൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് പല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ പോയത് നക്ഷത്ര ഗാർഡനിലോട്ടാണ് കേട്ടോ. പക്ഷെ എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഗാർഡനായിട്ട് തോന്നി. ഞാൻ ഇതുവരെ നക്ഷത്ര ഗാർഡൻ കണ്ടിട്ടില്ല, അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ടോട്ടൽ ഇവിടെ 52 പ്ലാന്റ്സ് ഉണ്ട്. 27 സ്റ്റാറിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് 27 പ്ലാന്റ്സും 12 സോഡിയാക് സൈനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള 12 പ്ലാന്റ്സും പിന്നെ 9 പ്ലാനറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള 9 പ്ലാന്റ്സ്, പിന്നെ ത്രിമൂർത്തികളായ ബ്രഹ്മ, വിഷ്ണു, ശിവ ഇവരെ പ്രതിനിധീകരിക്കുന്ന 3 പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ക്രിയേറ്റിവിറ്റി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. വളരെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഇവിടുത്തെ ഓരോ ഗാർഡൻസും സെറ്റ് ചെയ്തേക്കുന്നത്. ഇതെല്ലാമാണ് രാഷ്ട്രപതി നിലയത്തിലെ വിശേഷങ്ങൾ. ഇനി ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലി 500 മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് ഉണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്തതിന്. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.